കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ദേവീക്ഷേത്രങ്ങൾ, അതും പ്രത്യേകിച്ച് മൂകാംബിക ശക്തിയുള്ള ഒരു ക്ഷേത്രമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം മുതൽ തന്നെ ശ്രീചക്രം അടിയിലൊരു പാറയിൽ ലിഖിതാക്കിയിട്ടുണ്ട്. അതാണ് ഇവിടുത്തെ ഏറ്റവും ഒരു പ്രത്യേക ശക്തി. ഇത് സ്വയംഭൂ ആണെന്ന് പറയുന്നത് ലിഖിതമാണെന്ന് നമുക്കറിയില്ല. അങ്ങനെ പല പഞ്ചായത്തുകൾ പലതുമുണ്ട്. പിന്നെ ഇതിൽ കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ദേവീക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള നമ്മുടെ ഈ പ്രദേശത്തെ ക്ഷേത്രമാണ്. ഇവിടെ വളരെ പുരാതനമായിട്ടുള്ള ക്ഷേത്രമാണ്. എത്ര കാലം പഴക്കണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും വ്യക്തമായി പറയാൻ പറ്റില്ല. അത്രയധികം പഴക്കമുള്ള കല്ലുകൾ കണ്ടാൽ തന്നെ അറിയാം. ഓരോരോ കല്ലുകൾ കെട്ടിയിട്ടുള്ള മതിലുകളും ഇതൊക്കെ കണ്ടാൽ വളരെയധികം പഴക്കമുള്ളതാണ്. ഒരു അടുത്ത കാലത്ത് ഒരു 10-50 വർഷത്തെ ചരിത്രങ്ങൾ ഞങ്ങൾക്കൊക്കെ നല്ലോണം അറിയാം. അതിന് മുൻപുള്ള യഥാർത്ഥ ചരിത്രങ്ങളൊന്നും അറിയില്ല. ഇത് കാവുങ്കിൽ മനക്കൽക്കാരുടെ അദ്ദേഹമായിരുന്നു ഒരാളൻ. ഇവിടെ കൊല്ലത്തിലെ എല്ലാ വർഷവും മീനത്തിലെ തിരുവോണത്തിനാണ് കൂറിട്ട് അന്ന് 8ാം നാളാണ് പൂര നടന്നിരുന്നത്. ഈ കാര്യമായിട്ട് ഈ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതലുണ്ടായിരുന്ന ഉത്സവം എന്താണ്? പിന്നെ ഒരു മണ്ഡലകാലത്തിലും പതിവുണ്ട്. അതാണ് ഈ ക്ഷേത്രത്തിലെ അതിപുരാതനം മുതൽക്കുണ്ടായിരുന്നത്. ഇപ്പോൾ കുറേ കൂടുതൽ പരിപാടികൾ, ഓരോരോ മാസം ഓരോരോ പരിപാടികളും എഴുത്തിനിരുത്തൽ, അതുപോലെ പല പ്രതിഷ്ഠാദിനം, രാമായണ മാസാദിനം ഇതൊക്കെ ഇപ്പോൾ നിലവിൽ നടത്തി വരുന്നുണ്ട്. പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. കാര്യമായിട്ട് പൂരം തന്നെയാണ് ഇവിടുത്തെ പ്രധാനം. അത് 4 ദേശക്കാരായിരുന്നു പ്രധാനം. ആ 4 ദേശം ഒന്ന് ഇവിടെയാണ്, അറവക്കാടാണ്, പിന്നെ ഒന്ന് കടമ്പൂരാണ്, പിന്നെ ഒന്ന് കണ്ണമംഗലം ചെറുമുണ്ടശ്ശേരി എന്ന് പറയും, പിന്നെ പുളിയൂർന്ന്. ഇങ്ങനെ 4 ദേശക്കാരും 4 വേലകളാണ് പണ്ടത്തെ കാലത്തുണ്ടായിരുന്നത്. അത് ഇവിടെ ഈ തിരുവോണം ദിവസം വൈകുന്നേരം കൂറിടാൻ വേണ്ടി ഈ 4 ദേശക്കാരും അവിടുത്തെ പ്രധാനപ്പെട്ട പൗരപ്രമുഖന്മാരും എല്ലാ ജാതിയിലെയും പെട്ട ഇവർക്കും ഓരോരോ ഉത്തരവാദിത്തങ്ങളുണ്ടായിരുന്നു. അവരെല്ലാവരും ഇവിടെ ഒത്തുചേർന്ന് വിളിച്ചു ചോദിക്കും. 4 ദേശക്കാരും പ്രമാണിമാരെ എത്തിയിട്ടില്ലേ എന്ന് വിളിച്ചു ചോദിച്ചിട്ടാണ് പണ്ട് കൂറിടുക. ആ കൂറിടലാണ് ഇവിടുത്തെ ഒരു പ്രധാന ചടങ്ങ്. അത് എല്ലാ വർഷവും അതിന് ഞങ്ങൾ പുറപ്പാടാന്നാണ് പറയുക, പൂരം പുറപ്പാടാന്നാണ് പറയുക. പൂരം പുറപ്പാടെന്ന പേരിൽ അറിയപ്പെടുക. അത് അന്ന് നടത്തിയിരുന്നത് ഈ ദിവസം പുറപ്പാടും ദിവസം വൈകുന്നേരം ഒരു 8 മണി 9 മണിയോട് കൂടെയാണ്. അത് കഴിഞ്ഞാൽ കൊടിമരത്തിൽ കൂറ കയറ്റും. പിന്നെ ഇവിടുത്തെ അന്നത്തെ ഒരു പ്രധാന പരിപാടി, ഈ കൂറ കയറ്റുന്ന ദിവസം ദേശത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും, ഇതിൻ്റെ ഈ മണ്ഡലത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ധാരാളം കൂറകൾ മുളയിൽ, ഈ നമ്മൾ സാധാരണ മുളയുണ്ടല്ലോ, മുളയിൽ കൂറകളെ വെട്ടും മദ്യക്കായിട്ട് ഗംഭീരമായിട്ട് ഒരു പൂരം വരുമ്പോൾ തന്നെ ഗംഭീരമായിട്ട് കൊണ്ടുവരും. അത് എന്നിട്ട് മുതൽപ്പാറയുടെ അമ്മയ്ക്ക് സമർപ്പിക്കും. അതാണ് പ്രധാനം. ആ കൊണ്ട കൂറകൾ മുഴുവനും പൂരം കഴിയുന്നവരെ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും അത് കുഴിച്ചിട്ടിട്ട് സ്ഥാപിക്കും. അതാണ് അതിൽ ഏറ്റവും പ്രധാനം. അതിൽ ഏറ്റവും വലിയ കൂറയാണ് കൊടിമരത്തിൽ കയറ്റിയ പണ്ട്. അത് ഏറ്റവും ഓരോ കൊല്ലം പുതിയ കൂറകളാണ് കൊടിമരത്തിൽ കയറ്റാറുള്ളത്. പിന്നെ ഈ ഇതിന് പുറപ്പാടും ദിവസം രാവിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാട് പാട്ടാണ്. ദാരികാവധം പാട്ടാണ്. ഇത് എല്ലാ ഈ ഞായർ, വെള്ളി, ചൊവ്വ ഈ ദിവസങ്ങളിൽ സാധാരണ നടത്താറുണ്ട്. അത് അതിനൊരു വെളിച്ചപ്പാട് ഇവിടെ എപ്പോഴും ഉണ്ടാവും. പണ്ട് കാലങ്ങളിൽ ക്ഷേത്രത്തിൽ മലപ്പാറ വെളിച്ചപ്പാട് സ്ഥിരമുണ്ടായിരുന്നു. പിന്നീട് ഇടയിൽ കുറച്ച് കാലം, ഒരു 10-30 കൊല്ലക്കാലം ഇവിടെ വെളിച്ചപ്പാട് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഇതിനോട് തന്നെ ബന്ധപ്പെട്ട ഏറ്റവും ഇടത്തി അനിയത്തി എന്നാണ് പണ്ട് പറയുക. പനയൂർക്കാവിൽ ഒരു ഭഗവതിയുണ്ട്. അവിടുത്തെ വെളിച്ചപ്പാടാണ്. അവിടെ ഇത് ഒരു വിധം എല്ലാ കാലത്തും വെളിച്ചപ്പാടുണ്ടായിരുന്നു. അവിടുത്തെ വെളിച്ചപ്പാടാണ് ഇവിടുത്തെ എല്ലാ അടിയന്തര അവസരങ്ങളിലും ഇവിടെ വന്ന് ഇത് നടത്തി വരാറുള്ളത്, എല്ലാ ഇതും. അപ്പോൾ ഈ വെളിച്ചപ്പാടുമാർ നടത്തുന്ന ദാരികവധം പാട്ട് ഈ പുറപ്പാടും ദിവസം കഴിഞ്ഞാൽ പിന്നെ പൂരം ദിവസമായിരുന്നു ഈ കൂറിടുന്നതിൻ്റെ ഇടയിൽ. അത് രാവിലെ ഒരു പണ്ട് ഒരു 10-50-100 ആളുടെ പാട്ടുകളുണ്ടാവും. അത് രാവിലെ ഉച്ച വരെ ആ പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വെളിച്ചപ്പാട് എല്ലാവരും കൽപ്പനയിൽ ഓരോരുത്തർക്കും പ്രത്യേകം കൽപ്പനയൊക്കെ ചെയ്യും. അതാണ് അതിൽ ഏറ്റവും വലിയൊരു പ്രത്യേകത പാട്ടിന്. അത് കഴിഞ്ഞാൽ പിന്നീട് ഈ ദേശത്തിൻ്റെ നാനാഭാഗത്തുള്ളവരെല്ലാം ക്ഷേത്രത്തിൽ വന്ന് പൊങ്കാലകളുണ്ട്. അതായത് കൂട്ടുപായസം എന്ന പേരിലാണ് അറിയപ്പെടുക. അത് ഏറ്റവും പ്രധാനമാണ്. അത് ഓരോരുത്തരെ വലിയ വലിയ ചരക്കൊക്കെ കൊണ്ടുവന്നിട്ടാണ് അവിടെ വയ്ക്കുക. 2 പറ 3 പറ ഒക്കെ പായസം വെച്ചിട്ട് എല്ലാവർക്കും ദാനം ചെയ്യും. അത് വാങ്ങിക്കാനും പണ്ട് കാലത്ത് തന്നെ ഭയങ്കര ഇതൊക്കെ ഉണ്ടായി. ആലിൻ്റെ ചൂട്ടിലൊക്കെ വെച്ചിട്ടാണ് വിതരണം ചെയ്യുക. അപ്പോൾ ഒരുപടി ആൾക്ക് ഈ പായസം, കൂട്ടുപായസം ദാനം ചെയ്യുക. അതൊരു പ്രത്യേകതയാണ്. അന്ന് എല്ലാ വീട്ടിലും ഒരു വിധം നമ്മുടെ ഈ പ്രദേശത്തുള്ള ഈ ക്ഷേത്രത്തിൻ്റെ ലെവലിൽപ്പെട്ടുള്ള എല്ലാ വീട്ടുകളിലും ഈ കൂട്ടുപായസം എത്തുക അന്നത്തെ ദിവസം. അതൊരു പ്രത്യേകതയാണ്. ഇവിടുന്ന് കഴിച്ച എല്ലാവരും വീട്ടിലേക്ക് കൊണ്ടുപോകും. അതാ കാരണം അത്രയധികം ഇവിടെ വെച്ചുണ്ടാക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് ഈ പൊങ്കാലകളിൽ അല്ലെങ്കിൽ ഈ കൂട്ടുപായസം വെക്കൽ എന്നറിയപ്പെടുന്ന ഒരു ചടങ്ങ്. പിന്നീട് അത് കഴിഞ്ഞാൽ പൂരം ദിവസം ഈ 8 ദിവസമാണ് പണ്ടുണ്ടായിരുന്നത്. ആ 8 ദിവസം പിന്നീട് ഇവിടെ വഴിപാട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ട് ഇപ്പോൾ പുതിയ കമ്മിറ്റി ഏറ്റെടുത്തതിന് ശേഷം 4 വർഷമായിട്ട് അത് 14 ദിവസമാക്കി മാറ്റി. കാരണം കൂടുതൽ ദിവസങ്ങൾ വേണ്ടി വരുന്നുണ്ട്. ഓരോ ദിവസം
പിന്നെ ഇവിടെ ഈ ഇത് നടത്തുന്നത് ഈ പണ്ട് 2 കൊല്ലം കൊണ്ടാണ് രാമായണ കഥ ആടിത്തീർക്കൽ കൂത്തുമാടത്തിൽ. ഈ പാവക്കൂത്തുണ്ട്, തോൽപ്പാവക്കൂത്ത്. ഈ തോൽപ്പാവക്കൂത്ത് 2 കൊല്ലം കൊണ്ടാണ് കഴിയുക. ഇപ്പൊ അത് 1 കൊല്ലം കൊണ്ട് കഴിയാൻ തുടങ്ങി. കാരണം 7 ദിവസമായിട്ട് 2 വർഷം കൊണ്ടാണ് ഒരു കഥ, രാമായണ കഥ മുഴുവനും ഇത് ചെയ്തിരുന്നത്. കമ്പരാമായണത്തെയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് കംപ്ലീറ്റ് ആടുക 2 വർഷം എടുക്കും. അങ്ങനെയാണ് പതിവ്. ഇപ്പൊ അത് 1 വർഷം കൊണ്ട് കഴിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ചെയ്യുന്ന അവിടെ തന്നെ ഒരു പ്രധാന വഴിപാടുണ്ട്. അതായത് നമ്മൾ നാടകക്കളി പറയും. അതായത് നമ്മുടെ വീടുകളിലെ രോഗങ്ങളോ മറ്റുള്ളതോ അല്ലെങ്കിൽ കന്നുകാലികൾക്കോ ആൾക്കാർക്കോ ഉള്ള രോഗങ്ങളോ അല്ലെങ്കിൽ ആരോഗ്യത്തോടുകൂടി ഇരിക്കാൻ വേണ്ടിയിട്ടും സന്തുഷ്ട ജീവിതം വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഓരോരുത്തരും നേരുന്ന വഴിപാടുണ്ട്. അത് അവിടെ പേര് ചൊല്ലിയിട്ട് അന്ന് പറയുന്നുള്ളത് ഒരു നാടകക്കളിക്ക് അന്ന് തുടങ്ങിയിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ളതാണ്. ഇന്നും അത് നിലനിൽക്കുന്നുണ്ട്. ചുരുങ്ങിയത് ഇപ്പൊ ഒരു കൊല്ലം ഒരു 7,000-10,000 ഇടയിൽ ഈ നാടകക്കളികൾ അവിടെ പേര് ചൊല്ലിയിട്ട് ഓരോരുത്തരുടെയും ആ നാളും പേരും വീട്ടും പേരും ചൊല്ലിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് നേർന്നത് എന്നുള്ളത് പ്രത്യേകം പറയും. അതാണ് അവിടുത്തെ നാടകക്കളിയുടെ ഒരു പ്രത്യേകത. അത് പണ്ടൊക്കെ ഇങ്ങനെ ചൊല്ലിയായിരുന്നു ധാരാളം ആൾക്കാർ. ഈ പറമ്പ് മുഴുവനും കാണാൻ ആൾക്കാർ ഒരു 10-30 വർഷം മുമ്പൊക്കെ ധാരാളം ആൾക്കാർ കാണാനുണ്ടായിരുന്നു. ഇപ്പൊ കാലങ്ങളൊക്കെ മാറി വന്നു. ഈ TV എന്നൊക്കെ വരുന്നുണ്ടാ തോന്നുന്നു. ഇപ്പൊ പൊതുവെ കാണാൻ കാഴ്ചക്കാരെ ഈ വളരെ കമ്മിയായിട്ടുണ്ട് ആ കാര്യത്തിൽ. പിന്നെ 8 ദിവസം അപ്പൊ ഈ 8 ദിവസത്തിലെ ഈ 8ാമത്തെ ദിവസം ഇത് പണ്ട് കാവുങ്കൽ മനക്കാരുടെ ആയിരുന്നു എന്ന് പറഞ്ഞു. കാവുങ്കൽ മനക്കാരാണ് പൂരങ്ങൾ നടത്തിയിരുന്നത്. ഈ കാവുങ്കൽ മനക്കിലെ മുറ്റത്തു നിന്നാണ് ഞങ്ങൾ ഈ പൂരം വൈകുന്നേരം ഉച്ചയ്ക്ക് 2 മണിക്കാണ് അവിടെ എല്ലാവർക്കും അന്ന് ഭക്ഷണത്തെ കൊടുത്തിട്ട് അവിടെ നിന്നാണ് മിക്കവാറും 3 ആന വെച്ചിട്ടാണ് കിടക്കുണ്ടായിരുന്നത്. എല്ലാ കാലത്തും കുറച്ചു കാലം ഇവിടെ ക്ഷേത്രത്തിൽ തന്നെ ആനയുണ്ടായിരുന്നു. അപ്പോൾ 3 ആനകളെയും വെച്ചിട്ട് ഈ കാവുങ്കൽ മനക്കിലെ മുറ്റത്തിൽ നിന്ന് നാട്ടിലെല്ലാവരും അവിടെ കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും കൂടി വേലയായിട്ട് പുറപ്പെട്ടു വരും. അങ്ങനെയായിരുന്നു പണ്ടത്തെ കീഴ്വട്ടം. അത് കഴിഞ്ഞ് ഇപ്പോൾ അങ്ങനെ കാവുങ്കലിനെ കന്യാവിനെ പറ്റി അങ്ങനെ പോയി. ഇപ്പം അവിടെ നിന്നും അവരുടെ ഒരു താവഴിയാണ് ഇപ്പം ഇന്നത്തെ ഊരാളന്മാരായിട്ട് നിലനിർത്തുന്നത്. അവരാണ് ഇപ്പോഴത്തെ കമ്മിറ്റിയുടെ ചെയർമാൻ. ഇപ്പം നിലവിലുള്ള ഒരു ട്രസ്റ്റാക്കി ട്രസ്റ്റാക്കി മാറ്റിയിട്ട് ആ ട്രസ്റ്റിൻ്റെ ചുമതലയിലാണ് ഇപ്പോൾ ഇന്ന് ഈ 4 കൊല്ലമായിട്ട് ഇവിടെ നടന്നു വരുന്നത്. അപ്പോൾ അതിനുശേഷം വളരെയധികം വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് ജനങ്ങളെ വളരെയധികം നമ്മളെ കോപ്പറേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. പിന്നെ ഇതിലും പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയമായിട്ടോ മറ്റുള്ള ഒരു ചായവും ഇല്ലാത്ത ആൾക്കാരാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉന്നതി മാത്രം മനസ്സിൽ കാണുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ഭാരവാഹിത്വം വഹിച്ചു വരുന്നത് എന്നുള്ളതൊരു ഏറ്റവും പ്രാർത്ഥനയാണ്. അതുകൊണ്ട് പൊതുവേ ജനങ്ങളൊക്കെ പരാതിയില്ലാത്ത നിലയ്ക്കാണ് ഇപ്പം നടത്തി വരുന്നത്. ഒരുവിധം എല്ലാ വഴിപാടുകളും എല്ലാം വഴിപാടായി ജനകീയ കമ്മിറ്റി ആക്കി മാറ്റണമെന്ന് ഒരു വർഷം തീരുമാനിക്കുകയും കഴിഞ്ഞ ഞങ്ങളെ എല്ലാം ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്നും ഈ കാവ് എൻ്റേതായിട്ട് വേണ്ട ഇതൊരു ട്രസ്റ്റ് ആക്കണമെന്നും തീരുമാനിച്ചതനുസരിച്ച് ഞങ്ങൾ ചാർജ് എടുത്തതാണ്. അന്ന് വരെയും കാര്യമായ വികസനമൊന്നും ഇല്ലാതെ കിടന്ന ഈ കാവ് ഈ 4 വർഷത്തിനുള്ളിൽ ഒരു 10 ലക്ഷം ചിലവാക്കി ഒരു ഊട്ടുകട ഞങ്ങൾ നിർമ്മിച്ചു. അതിന് പുറമെ ഭഗവതിക്ക് വേണ്ട സൗകര്യങ്ങൾക്ക് വേണ്ടി ഉള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ഒരു ജനറേറ്റർ ഞങ്ങൾ 50,000 രൂപ ചിലവാക്കി വാങ്ങി. അതിന് പുറമെ ഭഗവതിയുടെ മുൻവശത്ത് തന്നെ ഞങ്ങൾ ബോർ അടിച്ചു. 32 അടിയിൽ ഞങ്ങൾക്ക് വെള്ളം കിട്ടി. അതിന് പുറമെ ഒരു 4 ലക്ഷം ചിലവാക്കി മുൻഭാഗം വലിയൊരു ഗ്രൗണ്ടാക്കി മാറ്റിയിട്ടുണ്ട്. അവിടെ ഞങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ നടപ്പന്തൽ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ആനയ്ക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു നടപ്പന്തലാണ് ഞങ്ങൾ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളും 14 ദിവസവും ക്ഷേത്രകലകൾ അവിടെയാണ് നടക്കുക. പിന്നെ പ്രധാനമായിട്ട് ഞങ്ങളിത് ഒരു ട്രസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് വിവരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ക്ഷണിച്ചു. അമരപ്പാറ ഭഗവതി ക്ഷേത്രവും അവക്കാട്ടപ്പൻ ശിവക്ഷേത്രവും ഉൾക്കൊള്ളുന്ന അതാണ് ട്രസ്റ്റ്. ഈ ട്രസ്റ്റിൻ്റെ കീഴിൽ ക്ഷേത്രങ്ങളുടെ വികസന കാര്യങ്ങൾ മാത്രമല്ല, സമൂഹത്തിൽ നവോത്ഥാനപരമായുള്ള കാര്യങ്ങളും ക്ഷേത്രകലകളടക്കമുള്ള കാര്യങ്ങളുടെ ഉദ്ധാരണവും ഈ ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ വർഷം മുതൽ കലാകാരന്മാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് ഈ ട്രസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കഥകളി അതുപോലുള്ള വിഷയങ്ങളിൽ ഈ ട്രസ്റ്റ് ഇതുവരെ പല കാരണങ്ങളാൽ ഗൗനിക്കപ്പെടാതിരുന്ന നല്ല നല്ല കലാകാരന്മാർ, അവർക്ക് മറ്റ് അവാർഡുകളോ മറ്റ് പുരസ്കാരങ്ങളോ കിട്ടിയിട്ടുണ്ടാകും. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട നല്ല കലാകാരന്മാരെ ആദരിക്കാൻ വേണ്ടി 5 കഥകളി വിഭാഗത്തിൽപ്പെടുന്ന 5 കലാകാരന്മാരെ ഈ ട്രസ്റ്റ് ശ്രീ ഗൗരീശ ചക്ര പുരസ്കാരം നൽകിക്കൊണ്ട് ആദരിക്കുന്നു. അതുകൂടാതെ തന്നെ
സനാതന സേവാ സഹായ നിധി എന്ന് പറഞ്ഞ് 4 പേരെ സമൂഹത്തിൽ വിവിധ തരത്തിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന 4 ആളുകളെ തിരഞ്ഞെടുത്ത് ട്രസ്റ്റിനെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള ഒരു സാമ്പത്തിക സഹായവും ഇതിനോടനുബന്ധിച്ച് തന്നെ കൊടുക്കുന്നുണ്ട്. ഇത് രണ്ടും ഓരോ മഹോത്സവം തുടങ്ങുന്ന കൂത്തുമുളയുന്ന ദിവസമാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം മുതൽ ആരംഭിച്ചു. ഈ വർഷവും അത് നല്ല രീതിയിൽ തന്നെ നടപ്പിലാക്കാൻ കഴിയുന്നു. സമൂഹത്തിൽ ഇനിയും ദുർബലരായുള്ള നിരവധി ആളുകളെ മറ്റെല്ലാ പരിഗണനകളിലും മാറ്റിവെച്ചുകൊണ്ട് സഹായിക്കണമെന്നാണ് ട്രസ്റ്റ് ആഗ്രഹിക്കുന്നത്. ട്രസ്റ്റിൻ്റെ കീഴിലുള്ള ഈ ക്ഷേത്രത്തിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചു, ഇവിടെ രാമായണ മാസത്തിലെ രാമായണ പാരായണം, രാമായണ ക്വിസ്, രാമായണ മത്സരം ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് കുട്ടികളിൽ തന്നെ ഒരു സാംസ്കാരിക അവബോധം ഉണ്ടാക്കാനുള്ള ശ്രമം ട്രസ്റ്റ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചു എഴുത്തിനിരുത്തൽ തുടങ്ങിയുള്ള കാര്യങ്ങൾ, അത് പിന്നെ അടുത്ത കാലത്താണ് ഇവിടെ തുടങ്ങിയെങ്കിലും അതിൽ നല്ല ജനപിന്തുണയാണ് ഈ കാര്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ശിവരാത്രിയോടനുബന്ധിച്ച് നല്ല ഭക്തി പ്രഭാഷണങ്ങൾ, സമൂഹത്തിൽ ധർമ്മബോധം കൊടുക്കുന്ന, ആധ്യാത്മിക ബോധം കൊടുക്കുന്ന ഭക്തി പ്രഭാഷണങ്ങൾ നടക്കുന്നുണ്ട്. ഈ ട്രസ്റ്റിന് കീഴിലുള്ള ഈ അമ്പലത്തിൽ തന്നെ മൂകാംബിക നൃത്ത വിദ്യാലയം എന്നുള്ള പേരിൽ തന്നെ കുട്ടികൾക്ക് നൃത്താഭ്യാസം ചെയ്യുന്നുണ്ട്. അതിൻ്റെ മുന്നോടിയായി അതിനു മുന്നേ തന്നെ ഇവിടെ വാദ്യകലകൾ പഠിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതിന് നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ബാച്ച് വാദ്യകല പൂർത്തിയാക്കി, രണ്ടാമത്തെ ബാച്ച് അതിന് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരത്തിൽ സാംസ്കാരികപരമായിട്ടും ആധ്യാത്മികപരമായിട്ടും ക്ഷേത്രത്തിനെ മുൻനിർത്തിക്കൊണ്ട് ഈ സമൂഹത്തിൽ മാറ്റമുണ്ടാക്കാനാണ് ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ എല്ലാ മാസത്തിലെയും 30 ഞായറാഴ്ചകളിൽ വിളക്ക് പൂജ, സർവേശ്വരി പൂജ ഇവിടെ നടക്കുന്നു. സമൂഹത്തിൽ വിവിധ ആളുകൾ, ദുഃഖം അനുഭവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ആധ്യാത്മികമായി ഉയർച്ച ആഗ്രഹിക്കുന്ന സ്ത്രീകൾ, അവർ വിളക്ക് പൂജ നടത്തുന്നു. ഇത്തരത്തിൽ ക്ഷേത്ര സംബന്ധിയായുള്ള എല്ലാ കാര്യങ്ങളിലും ഒരുപക്ഷെ ഇന്ന് മറ്റ് പലർക്കും ചെയ്യാൻ കഴിയാത്ത തരത്തിൽ തന്നെ ട്രസ്റ്റ് വളരെ പുരോഗതിയിലേക്ക് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നേരത്തെ സൂചിപ്പിച്ച പോലെ വികസന കാര്യങ്ങൾ, ഒരു ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ വികസനവും ക്ഷേത്രങ്ങളുടെ വികസനവും, മറുഭാഗത്ത് ഈ ക്ഷേത്രത്തിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതിന് പരിസരത്തുള്ള ആളുകളുടെ ആധ്യാത്മികവും മറ്റ് സർവൈശ്വര്യങ്ങളും ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കാനാണ് ട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശത്തോടു കൂടിയിട്ട് തന്നെയാണ് ട്രസ്റ്റ് ചെയർമാനായിട്ടുള്ള സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാട് ഈ ക്ഷേത്രങ്ങൾ, ഈ 2 ക്ഷേത്രവും ട്രസ്റ്റിന് വിട്ടുകൊടുത്തതും അത്തരത്തിലുള്ള പുരോഗതിക്ക് വേണ്ടി ഈ ട്രസ്റ്റിൻ്റെ അംഗങ്ങളും ക്ഷേത്രത്തിലെ ഈ സുബ്രഹ്മണ്യ നമ്പൂതിരിപ്പാടിൻ്റെയും അതായത് കാവുങ്കൽ മനയുടെയും പാണക്കാട് മനയുടെയും അംഗങ്ങളെ കൂടാതെ തന്നെ സമൂഹത്തിലെ മറ്റ് വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളും ഈ ട്രസ്റ്റിലുണ്ട്. അങ്ങനെ ട്രസ്റ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. ട്രസ്റ്റിൻ്റെ കീഴിൽ ഈ 2 ക്ഷേത്രങ്ങളെയും ഓർത്തെടുക്കിക്കൊണ്ടുള്ള ക്ഷേത്ര കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റിയുടെ കീഴിൽ അറവക്കാട്ട് ശിവക്ഷേത്രത്തിൽ വെച്ച് എല്ലാ വർഷവും സപ്താഹം നടത്തുന്നു. ഇപ്പോൾ ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് പുറക്കാട് ഉണ്ണീശ്വരൻ അവர்களுം അതേപോലെ തന്നെ അതിൻ്റെ ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ അവர்களுം ഇതിൻ്റെ ജനറൽ കൺവീനർ മുരളീകൃഷ്ണൻ എന്ന പേരുള്ള സുന്ദരൻ അവர்களுമാണ് അതിൻ്റെ മേലോട്ട് വഹിക്കുന്നത്. എല്ലാ ആളുകളും ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗതിക്ക് വേണ്ടിയിട്ട് കൈമൈ മറന്നുകൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ഇതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സനാതന സേവ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ശ്രീ മുതലപ്പാറ ഭഗവതി ക്ഷേത്രം, അതുപോലെ അറവക്കാട്ടപ്പൻ ശിവക്ഷേത്രം വന്നതിന് ശേഷം ആദ്യമായിട്ട് നമ്മൾ ചെയ്തത് ദേവപ്രശ്നം നടത്തുകയാണ്. മുതലപ്പാറ ചെയ്തത് ആ ദേവപ്രശ്നം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പരിഹാര ക്രിയകൾ നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ അതെല്ലാം ചെയ്തു. അതിനോടൊപ്പം തന്നെ അന്ന് ദേവപ്രശ്നത്തിൽ കാണേണ്ട ഉത്സവം അന്ന് 7 ദിവസം, 8ാമത്തെ ദിവസമായിരുന്ന ഉത്സവം അത് 14 ദിവസം കൂത്താക്കി മാറ്റണമെങ്കിൽ വിരോധമില്ലെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൂത്ത് 14 ദിവസമാക്കി മാറ്റി. ആ 14 ദിവസം അന്ന് മുതൽ എന്നാണോ പൂരം പുറപ്പാട് അന്ന് തൊട്ട് പൂരം ദിവസം വരെ എല്ലാ ദിവസവും നമ്മൾ വിശേഷ ക്രമങ്ങൾ നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ 2 വർഷമായിട്ട് നമ്മുടെ സനാതന സേവാ ചാരിറ്റബിൾ ട്രസ്റ്റ് ശ്രീചക്ര ഗൗരീഷ് പുരസ്കാരം എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ പ്രശസ്തരായ കഥകളി ആചാര്യന്മാരെയും അതുപോലെ തന്നെ നിർദ്ധനരായ കുടുംബങ്ങൾക്ക് നേതൃത്വം ഒരു സനാതന സേവാ സഹായ നിധി വിതരണവും നമ്മൾ നടത്തി വരുന്നുണ്ട്. അതുപോലെ തന്നെ പൂര മഹോത്സവം എല്ലാ വർഷവും നാൾക്ക് നാൾ അത് വളരെയധികം ഭംഗിയായിട്ട് വരികയാണ്. കാരണം ഒരുപാട് അടുക്കിച്ചിട്ടോടുകൂടി പൂരം നമുക്ക് 3 വർഷമായിട്ട് നടത്താൻ സാധിച്ചു. കേരളത്തിലെ പ്രശസ്ത കലാകാരന്മാർ, അതുപോലെ പഞ്ചായത്താണെങ്കിൽ കരിയതൂർ നാരായണ നമ്പൂരി, കോങ്ങാട് മധുമാഷ്, അതുപോലെ തന്നെ നമ്മുടെ കോങ്ങാട് രാധാകൃഷ്ണൻ, പിന്നെ ഷുഗൂരം ദിലീപ്, അങ്ങനെ പ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന മേളം പഞ്ചവാദികൾ. അതുപോലെ തന്നെ ഗജവീരന്മാരുടെ കാര്യം പറയുകയാണെങ്കിൽ പാമ്പാടി രാജൻ, അതുപോലെ തന്നെ ചുണ്ടമ്പറ്റ കൃഷ്ണകുട്ടി, പിന്നെ നമ്മുടെ ചെപ്പശ്ശേരി രാജശേഖരൻ, ചെപ്പശ്ശേരി പാർത്തൻ, അതുപോലെ തന്നെ നന്ദിലത്ത് അർജുനൻ, തിരുവമ്പാടി ശിവസുന്ദരൻ, ചന്ദ്രശേഖരൻ, ഇങ്ങനെ കേരളത്തിലെ പ്രശസ്ത ആളുകൾ അണിനിരക്കുന്ന ഒരു വലിയ പൂരമാണ്
വള്ളുവനാട്ടിൽ തന്നെ പ്രശസ്തമായ ഒരു പൂരമായിട്ട് മാറിയിരിക്കണം ആഘോഷിക്കുന്ന ദിവസം. അതുപോലെ തന്നെ നാടൻ കലാരൂപങ്ങൾ, തെയ്യം, അതുപോലെ തന്നെ വേഷങ്ങൾ, ഇണക്കാളുകൾ, പിന്നെ നാടൻ കലാരൂപങ്ങളായിട്ടുള്ള ഭൂതന്തറ, ഇങ്ങനെ എല്ലാ കലകളും ഉൾക്കൊണ്ട് ഒരു വലിയ ഒരു വള്ളുവനാടിൻ്റെ തനതായ ഒരു സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു പൂരമായിട്ട് നമ്മുടെ ഈ മുതലപ്പാറ പ്രദേശത്തിലെ പൂരം മാറിയിട്ടുണ്ട്. അത് ഇനിയും ഒരുപാട് നമുക്ക് ഈ വർഷം നമുക്ക് 23 ആനയാണ് വരുന്നതാണ് നമ്മൾ ദേശീയ കമ്മിറ്റിയുടെ കണക്കുപ്രകാരം നമുക്കുള്ളത്. ആനയുടെ എണ്ണം നമ്മൾ കുറച്ചുകൊണ്ട് വരികയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സ്ഥല സൗകര്യം, അതുപോലെ തന്നെ സർക്കാരിൻ്റെ ചില നിബന്ധനകൾ വന്നുകൊണ്ട് 40 ആനകൾ വരെ ഉണ്ടായി നമുക്ക് 23 ആയിട്ട് നമ്മൾ കുറച്ചിട്ടുണ്ട്. സ്ഥല സൗകര്യത്തിൻ്റെ ബുദ്ധിമുട്ടുള്ള കുറച്ചിട്ടുണ്ട്. പിന്നെ ബഹുമാനപ്പെട്ട ജില്ലാകളുടെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ നടത്തി വരുന്നത്. അത് ഇനിയും നടത്തുന്നത്. പിന്നെ നമുക്ക് ക്ഷേത്രത്തിൻ്റെ പരിസരം മുൻകാലങ്ങളിൽ ഉണ്ടായ ഒരു സംഭവമാണ്. നമ്മുടെ കമ്മിറ്റി വന്നതിൻ്റെ മുമ്പുള്ള ഒരു കാര്യങ്ങളാണ്. ഈ സ്ഥലം മുഴുവൻ നമ്മുടെ കാവിൻ്റെ ആയിരുന്നു. അത് ഫോറസ്റ്റ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അത് വിട്ടുകിട്ടാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ സ്ഥല പരിമിതികൾ കൊണ്ട് നമുക്ക് ഉള്ള സ്ഥലം വെച്ചുകൊണ്ട് നമ്മൾ പൂരം വളരെയധികം ഭംഗിയായിട്ട് നടത്തുന്നുണ്ട്. അതിന് ഭക്തജനങ്ങളുടെയും ദേശീയ കമ്മിറ്റികളുടെയും അകമഴിഞ്ഞ സഹായ സഹകരണം നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ പ്രഭാത ഭക്ഷണം, അതുപോലെ വരുന്ന ഭക്തർക്ക് പ്രഭാത ഭക്ഷണം, വൈകുന്നേരം അന്നദാനം നടത്തി വരുന്നുണ്ട്. അത് പ്രഭാത ഭക്ഷണം ഈ വർഷങ്ങളാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് നമുക്ക് തുടർന്നും കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ 4 വർഷത്തെ പുരോഗമനത്തിന് അകമഴിഞ്ഞും സഹായിച്ചിട്ടുള്ള എല്ലാ ഭക്തജനങ്ങളും ഞങ്ങൾ ഇനി തുടങ്ങാൻ പോകുന്ന പൂരം കഴിഞ്ഞ് തുടങ്ങാൻ പോകുന്ന നടപ്പന്തൽ നിർമ്മാണത്തിൽ ഞങ്ങൾ 18 ലക്ഷമാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് ഇട്ടിരിക്കുന്നത്. അതിൽ സ്റ്റേജ് വരും, അണിയറ വരും, ഇതെല്ലാം മെയിനാണ്. മാത്രമല്ല ഈ നടപ്പന്തൽ ആനകൾ നിൽക്കേണ്ടതുകൊണ്ട് ഏറ്റവും ഉയരത്തിൽ തന്നെ നിർമ്മിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഇത്ര ഉയരത്തിൽ നിർമ്മിക്കേണ്ടതുകൊണ്ട് അതിൻ്റെ ബെൽറ്റ്, മണ്ണിൻ്റെ അടിയിലുള്ള ബെൽറ്റ് വളരെ സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അതിനെല്ലാം കൂടി ഞങ്ങൾക്ക് വലിയൊരു തുക ആവശ്യം വരുന്നുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ കുടുംബങ്ങൾ, ഒരു വ്യക്തിയല്ല, ഒരു കുടുംബത്തിൽ നല്ല പോസ്റ്റ്, നല്ല സ്ഥലത്തോടെ ജോലി ജനങ്ങളുണ്ട്. അമേരിക്ക, ദുബായ്, അതേമാതിരി IT മേഖലയിൽ. അപ്പോൾ എല്ലാ ഒരു കുടുംബക്കാർ ഒരു മിനിമം 25,000 രൂപയെങ്കിലും തരികയാണെങ്കിൽ ഞങ്ങൾക്ക് വലിയ സഹായമായി മാറും. അതാണ് പ്രധാനമായിട്ട്. മാത്രമല്ല ഞങ്ങൾ ഒരു പണക്കാരെ മാത്രമല്ല പ്രതീക്ഷിക്കുന്നത്. പാവപ്പെട്ട ഒരു കുടുംബം ഒരു സ്ക്വയർ ഫീറ്റിന് 1,500 രൂപ വെച്ച് തരികയാണെങ്കിൽ ആ വീട്ടിലെ 3-4 പണിക്കാർ പോകുന്നുണ്ടെങ്കിൽ 200-300 വെച്ച് 1,500 രൂപയ്ക്ക് തന്നാൽ അവർക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരിക്കും. എൻ്റെയും ഒരു ഇഷ്ടത്തിലുണ്ട്. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പാവപ്പെട്ടവരായാലും പണക്കാരായാലും ഒരു അകമഴിഞ്ഞ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അടുത്ത വർഷം നടപ്പന്തലിനുള്ളിൽ തന്നെ നമ്മുടെ എല്ലാ പരിപാടികളും ഓരോ വർഷവും 70,000-80,000 രൂപ പന്തലിന് വേണ്ടി ഞങ്ങൾ ചിലവാക്കേണ്ടി വരുന്നുണ്ട്. ഈ നടപ്പന്തൽ കയറ്റിയാൽ ആ ഒരു വലിയ ഭാരിച്ച ചിലവ് നമുക്ക് കുറഞ്ഞിരിക്കും. ഞങ്ങളുടെ ഈ സൗണ്ട് കേൾക്കുന്നവർ, ഞങ്ങളുടെ വിവരം അറിയുന്നവർ ഞങ്ങൾക്ക് പണം അയക്കേണ്ട വിലാസം: പ്രസിഡന്റ്, മുതലപ്പാറ ഭഗവതി ക്ഷേത്രം, അമ്പലപ്പാറ, വയ ഒറ്റപ്പാലം, പാലക്കാട് ജില്ല. പിൻകോഡ് 6795112. ഒന്നുകൂടി 6795112. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ പ്രസിഡന്റിൻ്റെയാണ് 09446147411. ജനറൽ സെക്രട്ടറിയുടെ ഫോൺ നമ്പറാണ്. ഇതിൽ പ്രധാനമായി പറയാനുള്ളത് ഞങ്ങൾക്ക് ഇവിടുത്തെ ജനപ്രതിനിധികളുടെ വളരെയധികം സഹായം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമ്മുടെ ട്രസ്റ്റിൻ്റെ അണ്ടറിലുള്ള അറവക്കാട് ക്ഷേത്രത്തിലേക്ക് 5 ലക്ഷം പാസ്സാക്കിയ റോഡ് കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതേമാതിരി തന്നെ മുതലപ്പാറ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള റോഡ് ടാറിട്ട് കഴിഞ്ഞു എന്നുകൂടി നിങ്ങളെ അറിയിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. വലിയൊരു വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ നടപ്പന്തലിക്ക് പ്രത്യേകിച്ചും ഇത് കഴിഞ്ഞാൽ നമ്മുടെ മുമ്പത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞ മാതിരി ഒരു പാവപ്പെട്ടവർക്കുള്ള കല്യാണമണ്ഡപം എത്രയും പെട്ടെന്ന് നിർമ്മിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. 1,250 രൂപ മാത്രമേ ഞങ്ങൾ അവർക്ക് വാങ്ങുള്ളൂ. അപ്പോൾ അവർക്ക് വലിയൊരു അനുഗ്രഹമാവും. ഈ 2 സംരംഭങ്ങൾ നിറവേറ്റാൻ വേണ്ടി നിങ്ങൾ അകമഴിഞ്ഞ് ഞങ്ങൾ സഹായിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. താങ്ക്സ്.